നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈത്തിരിയിലെ വിദേശ മദ്യ ഷോപ്പ് കൽപ്പറ്റ പുഴമുടിയിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. പ്രദേശവാസികൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. വിദേശ മദ്യ ഷോപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് UDSF പ്രവർത്തകർ ബീവറേജസ് ഔട്ട്ലെറ്റിനു മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധം വിലപ്പോയില്ല. പനമരം കോട്ടക്കുന്നിൽ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ മഹിളാ കോൺഗ്രസിനെ ഇനി ചിന്നമ്മ ജോസ് നയിക്കും. അധികാര കൈമാറ്റ ചടങ്ങിൽ നിന്നും മുൻ പ്രസിഡന്റ് തങ്കമ്മ യേശുദാസ് വിട്ടുനിൽക്കാൻ കാരണം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റിയതിലുള്ള അമർഷമെന്ന്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യമുള്ളതുകൊണ്ടാണ് തങ്കമ്മ യേശുദാസ് ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്ന് പാർട്ടി നേതൃത്വം. വേനൽ കനത്തു. മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയെന്ന് DMO. മുന്നറിയിപ്പ്. തൊണ്ടർനാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ കാരണം മലിനജലം ഉപയോഗിച്ചതാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. (1965) മുതൽ റവന്യൂ പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകണമെന്ന ആവശ്യം ശക്തം. NCPയുടെ നേതൃത്വത്തിൽ ബത്തേരി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം CM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് തേടി വിദ്യാർത്ഥികളും യുവാക്കളും കബനിക്കരയിലേക്ക്. കഞ്ചാവ് കടത്തുന്നത് ഹെൽമറ്റിനുള്ളിലും ഷൂവിനുള്ളിലും ഒളിപ്പിച്ച്. പോലീസും എക്സൈസും നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വൈത്തിരിയിലെ വിദേശ മദ്യ ഷോപ്പ് കൽപ്പറ്റ പുഴമുടിയിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രദേശവാസികൾ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വൈത്തിരിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ് കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ പുഴമടി ചുനപ്പാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് മാറ്റിയത്. ദേശീയ സംസ്ഥാന പാതയോരത്ത് മദ്യഷാപ്പുകൾ പാടില്ലെന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് വൈത്തിരിയിലെ ഔട്ട്ലെറ്റ് ഒരു സുപ്രഭാതത്തിൽ പുഴമുടിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഔട്ട്ലെറ്റ് ആരംഭിച്ചതോടെ പ്രദേശവാസികളുടെ ജീവിതവും താറുമാറായി. കോളേജ്, സ്കൂൾ, കോളനികൾ, ആരാധനാലയങ്ങൾ എന്നിവയുള്ള പ്രദേശത്ത് ഔട്ട്ലെറ്റ് ആരംഭിച്ചത് ക്രമസമാധാന പ്രശ്നത്തിനും ഇടയാക്കി. ഔട്ട്ലെറ്റ് തുടങ്ങിയ അന്നു മുതൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയിരുന്നു. ഇന്ന് കൽപ്പറ്റ നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കാളികളായി. മാർച്ച് ഫാദർ മാത്യു കാട്ടറത്ത് ഉദ്ഘാടനം ചെയ്തു. ബാബു മാത്യു അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ ജൽത്രൂത്ത് ജാക്കോ, യൂസഫ് മാസ്റ്റർ, സിസ്റ്റർ ജോവിറ്റ, ഫാദർ ജെയ്സൺ, MM ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിന് ബൽറാം, ഷെൻസ് ജോസ്, സാന്റോ ജേക്കബ്, PK ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറുപടി പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരികൾക്കുണ്ട്. ആ ഭരണാധികാരികളുടെ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയും ഈ ഔട്ട്ലെറ്റ് സ്ഥാപിക്കാൻ വേണ്ട ലൈസൻസ് അനുവദിക്കാതെ ഇരിക്കുന്നതിനു വേണ്ടിയുമുള്ള ഞങ്ങളുടെ ധർമ്മസമരത്തിൽ നിങ്ങളുടെ ചിന്താശക്തി നിങ്ങളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിശക്തി മറ്റവർക്കും കടം കൊടുത്തിട്ടില്ല എങ്കിൽ, ഞങ്ങളുടെ ഗ്രാമീണരായ പാവപ്പെട്ട അമ്മമാരുടെയും സഹോദരിമാരുടെയും ദൈനംദിനമായ ജീവിതം കച്ചു തകർത്തുകൊണ്ടുള്ള. വയനാട് ന്യൂസ്, കൽപ്പറ്റ. പുഴമുടിയിലെ വിദേശ മദ്യ ഷോപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് UDSF പ്രവർത്തകർ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് സാലി റാട്ടക്കൊല്ലി ഉദ്ഘാടനം ചെയ്തു. കോളേജും സ്കൂളും സ്ഥിതി ചെയ്യുന്ന പുഴമുടിയിൽ നിന്നും ബീവറേജസ് ഔട്ട്ലെറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് UDSFന്റെ നേതൃത്വത്തിൽ ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഗേറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് സാലി റാട്ടക്കൊല്ലി ഉദ്ഘാടനം ചെയ്തു. കോളേജ് യൂണിയൻ ചെയർമാൻ ജിഷാം അരപ്പറ്റ, OS സൂരജ്, ഷമീർ ഒടുവിൽ, വിഷ്ണു ഭാസ്കരൻ, മുബഷീർ എമിലി, നിഖിൽ K തുടങ്ങിയവർ സംസാരിച്ചു. ഒപ്പുശേഖരണവും നടത്തി. ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകാനും തീരുമാനിച്ചു. കുട്ടികളടക്കമുള്ള ആളുകൾ ഈ റോഡിലൂടെ നടന്നു പോകുന്ന ഈ പ്രദേശത്തേക്ക്, ഈ ഒഴിഞ്ഞ ഈ പ്രദേശത്തേക്ക് മാറ്റിക്കൊണ്ട് ഈ നാടിനെ വലിയൊരു ദുഃഖത്തിലേക്ക്, ഒരു പ്രയാസത്തിലേക്ക്, ഈ നാടിന്റെ എല്ലാ സമാധാനത്തിലെയും തട്ടി തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്ഥിതിവിശേഷത്തിലാണ് NMSM കോളേജിലെ കുട്ടികൾ ഇത്തരം ഒരു മാർച്ചിന് തുടക്കമിട്ടിരിക്കുന്നത്.
ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന 600-700 വരുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കാണ് അതിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. അവിടെ കണ്ണടച്ചുകൊണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ MSF-കാരനോ ഇവിടുത്തെ KSC-കാരനോ പറ്റത്തില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. പ്രതിഷേധവും പ്രദേശവാസികളുടെ ആശങ്കയും വകവയ്ക്കാതെ പനമരം മേച്ചോം റോഡിൽ കോട്ടക്കുന്നിലെ ജനവാസ കേന്ദ്രത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പ്രദേശവാസികളുമായി പനമരം SI വിനോദ് വലിയാറ്റൂർ, ഡിപ്പോ മാനേജർ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അസ്മത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ്, വാർഡ് മെമ്പർ ജുൽന ഉസ്മാൻ, K അസീസ്, PJ ബേബി, ജെയിംസ് മാസ്റ്റർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത പഴയ കെട്ടിടത്തിലാണ് ധൃതി പിടിച്ച് ഔട്ട്ലെറ്റ് മാറ്റിയത്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി ചിന്നമ്മ ജോസ് ചാർജെടുത്തു. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങ് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രസിഡന്റായിരുന്ന തങ്കമ്മ യേശുദാസ് ചടങ്ങ് ബഹിഷ്കരിച്ചത് വിവാദമായി. കൽപ്പറ്റ DCC ഓഫീസിൽ വെച്ചായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് നിലവിലെ പ്രസിഡന്റ് തങ്കമ്മ യേശുദാസിനുണ്ടായിരുന്നത്. കഴിഞ്ഞ 36 വർഷമായി തങ്കമ്മ യേശുദാസാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി പുതുതായി ചുമതലയേറ്റെടുത്ത ബിന്ദു കൃഷ്ണയാണ് ജില്ലാ പ്രസിഡന്റായി ചിന്നമ്മ ജോസിനെ നിയമിച്ചത്. നിലവിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും DCC ജനറൽ സെക്രട്ടറിയുമാണ് ചിന്നമ്മ ജോസ്. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയുടെ കത്ത് DCC പ്രസിഡന്റ് നിലയ്ക്ക് ലഭിക്കുകയുണ്ടായി. തൽക്കാലം വയനാട് ജില്ലയുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനവും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും DCC സെക്രട്ടറിയും ചിന്നമ്മ ജോസിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ കത്തിന്റെ കോപ്പി DCC പ്രസിഡന്റിനും ചിന്നമ്മ ജോസിനും അംഗം വെച്ച് എല്ലാവരും 3 പേരും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫാത്തിമ റേഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയമ ടീച്ചർ അധ്യക്ഷയായിരുന്നു. ND അപ്പച്ചൻ, KK അബ്രഹാം, സുജയ വേണുഗോപാൽ, NA മജീദ്, അഡ്വക്കേറ്റ് NK വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം ചാർജ് കൈമാറേണ്ട നിലവിലെ പ്രസിഡന്റ് തങ്കമ്മ യേശുദാസ് അധികാര കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തുമില്ല. പതിറ്റാണ്ടുകളോളം ജില്ലയിൽ മഹിളാ കോൺഗ്രസിന് നയിച്ച തന്നെ മാറ്റിയതിലുള്ള അമർഷമാണ് ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യമുള്ളതുകൊണ്ടാണ് തങ്കമ്മ ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം. വയനാട് ന്യൂസ്, കൽപ്പറ്റ. വേനൽ കനത്തതോടെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R വിവേക് കുമാർ അറിയിപ്പ് നൽകി. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തിയാൽ ഇത്തരം രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയാൻ കഴിയും. വീടുകളിൽ വെള്ളം ശുദ്ധീകരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കഴിവതും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും പരമാവധി ശ്രദ്ധ പുലർത്തണം. ഈച്ച ആർക്കുന്നത് പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കുക. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച ശേഷം കൈകൾ സോപ്പിട്ട് കഴുകിയ ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. കല്യാണം പോലുള്ള പൊതുചടങ്ങുകളിൽ വിതരണം ചെയ്യുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധീകരിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. തൊണ്ടനാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലിനമായ ജലം ഉപയോഗിച്ചതിനാലാണെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർ പരിശോധനകൾ നടത്തിവരികയാണ്. രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നതായും പൊതുജനം ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും DMO പറഞ്ഞു. തിളപ്പിച്ചാറിച്ച് വെള്ളം കുടിക്കാവുള്ളൂ. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും വെള്ളം നമ്മളിപ്പം എല്ലാവർക്കും ക്ലോറിൻ ടാബ്ലറ്റ്സ് പോലുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം വെള്ളം അങ്ങനെ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ. നമുക്ക് വീട്ടിൽ ഏറ്റവും ലളിതമായ രീതി ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ തിളപ്പിച്ച വെള്ളം കുടിക്കാന്നുള്ളത്, തിളപ്പിച്ചാറിച്ച വെള്ളം കുടിക്കുക. പലപ്പോഴും ഇതിൽ വേറൊരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കും, ആറിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാതെ സാധാരണ വെള്ളം അതിൽ ഒഴിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ തിളപ്പിച്ചാറിക്കാന്നുള്ളതിന്റെ ആ പ്രസക്തി നഷ്ടപ്പെടും. ജലം വീണ്ടും മലിനമായി രോഗാണു വിമുക്തമാകുന്നില്ല. അതിന് 1965 മുതൽ റവന്യൂ പുറമ്പോക്കിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് NCPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമരസമിതി ബത്തേരി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. 1000-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകുക, കുടുംബങ്ങൾക്ക് നിയമപരിരക്ഷ നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ പ്രതിഷേധ പരിപാടി NCP സംസ്ഥാന നിർവാഹക സമിതി അംഗം CM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായിരുന്നു. KK രാജൻ, വന്ദന ഷാജു, തെക്കേടത്ത് മുഹമ്മദ്, ജോൺ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥർക്കും അതിന് മുകളിലുള്ളവർക്കും വേണം എന്ന ബോധ്യം വേണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം തലയായിക്കാൻ വേണ്ടി പാടുപെട്ടുണ്ടാക്കിയ 5 സെന്റും 10 സെന്റും ഭൂമി വാങ്ങിച്ച് ആ ഭൂമിക്ക് പട്ടയം കിട്ടാതെ, ആ ഭൂമി മറ്റൊരാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ, സ്വന്തം മക്കളുടെ കല്യാണം വരുമ്പോൾ
അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി ബാങ്കിൽ വെക്കാൻ കഴിയാതെ, വിൽപ്പന നടത്താൻ കഴിയാതെ നട്ടം തിരിയുന്നവരാണ് ഇവിടെ വന്ന് സമരം നടത്തുന്നത്. ഇവർക്ക് നിയമപരമായി അർഹതയുള്ള പട്ടയം അന്വേഷിച്ച് അവരുടെ നിയമ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം നൽകണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിൽ ആവശ്യപ്പെടുന്നത്. മയക്കുമരുന്നിന്റെ ലഹരി തേടി കബനി തീരങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രവാഹം. കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും അന്വേഷിച്ചാണ് കേരള കർണാടക അതിർത്തിയിലെ മരക്കടവ് തോണിക്കടവിനക്കരെ സ്ഥിരമായി ലഹരി വസ്തുക്കൾ തേടി വിദ്യാർത്ഥികളടക്കം എത്തുന്നത്. കബനിപ്പുഴയിൽ ജലവിധാനം താഴ്ന്നതോടെ പെരുക്കലൂർ മുതൽ കൊളവള്ളി വരെയുള്ള പുഴയോരം കേന്ദ്രീകരിച്ചാണ് വിൽപ്പന. സ്കൂൾ വിദ്യാർത്ഥികളടക്കം കഞ്ചാവ് തേടി ഇവിടങ്ങളിൽ എത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഴയിൽ വെള്ളം കുത്തനെ കുറഞ്ഞതോടെ ഇരുകരകളിലും കയറി നടക്കാൻ കഴിയുന്നതും ലഹരി തേടിയെത്തുന്നവർക്ക് സഹായകരമായിരിക്കുകയാണ്. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബൈക്കുകളിലും കാറുകളിലുമായാണ് ആളുകൾ എത്തുന്നത്. ബൈരക്കുപ്പ, മച്ചൂർ, കൊളവള്ളി എന്നിവിടങ്ങളിൽ ചെറുപൊതികളുമായി കഞ്ചാവ് വിൽപ്പനക്കാർ സജീവമാണ്. ഓരോ ദിവസവും അപരിചിതരായവർ തന്നെ കഞ്ചാവ് തേടി ഇവിടങ്ങളിൽ എത്തുന്നത് പതിവ് കാഴ്ചയാണ്. രാത്രികാലങ്ങളിൽ കർണാടകയിലെ ഷിമോഗ, വണ്ടിയ എന്നിവിടങ്ങളിൽ നിന്നും മച്ചൂരിലെത്തിക്കുന്ന കഞ്ചാവ് പൊതികൾ കബനിക്ക് ഇക്കരെ എത്തിച്ച് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംഘങ്ങളും വർദ്ധിച്ചുവരുന്നു. ആഡംബര വാഹനങ്ങളിൽ ടൂറിസ്റ്റുകളെന്ന വ്യാജേന എത്തുന്നവർ പോലും കിലോ കണക്കിന് കഞ്ചാവാണ് വാങ്ങുന്നത്. പുഴയോരങ്ങളിൽ ലഹരിയിൽ മയങ്ങിക്കിടക്കുന്നവർ കബനിക്കരയിൽ പതിവ് കാഴ്ചയാണ്. കഞ്ചാവ് വാങ്ങി അമിത വേഗതയിൽ ബൈക്കോടിച്ച് അപകടത്തിൽപ്പെടുന്നവർ ഏറെയാണ്. ഹെൽമറ്റിനുള്ളിലും ഷൂവിന്റെ ഉള്ളിലുമാണ് ഒളിപ്പിച്ച് കടത്തുന്നത്. സ്കൂൾ, കോളേജ് യൂണിഫോമോടുകൂടി എത്തുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസം 4ഓളം യുവാക്കൾ ലഹരിമരുന്ന് കഴിച്ച് അബോധാവസ്ഥയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് നാട്ടുകാരാണ് വിദ്യാർത്ഥികളുടെ ID കാർഡ് പരിശോധിച്ച് വീട്ടുകാരെ വിളിച്ചു വരുത്തി പറഞ്ഞയച്ചത്. അതിർത്തിപ്പുഴ കാണാനെത്തുന്ന സന്ദർശകരെന്ന വ്യാജേനയാണ് ലഹരി തേടി ആളുകൾ ഇവിടെ എത്തുന്നത്. ലഹരി വസ്തുക്കളുടെ വിൽപ്പന വർദ്ധിച്ചിട്ടും പോലീസോ എക്സൈസോ പരിശോധന കർശനമാക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. SSAയുടെ നേതൃത്വത്തിൽ ജില്ലാ മികവുത്സവം 2017 ബത്തേരിയിൽ സംഘടിപ്പിച്ചു. അധ്യാപക ഭവനിൽ പരിപാടി IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി അധ്യക്ഷയായിരുന്നു. നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് K ശോഭൻകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അസ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മേഖല മാത്രം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളും ആ വർക്കിംഗ് ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന് റിട്ടയർ ചെയ്ത അധ്യാപകരും സർവീസ് നിൽക്കുന്ന അധ്യാപകരടക്കം ചേർന്നുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. EEC കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയെ വലിയ വിദ്യാഭ്യാസ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അമ്പെയ്ത്ത് പരിശീലനം നൽകുന്നതിനായുള്ള തലക്കൽ ചന്തു സ്കൂൾ ഓഫ് ആർച്ചറി മാനന്തവാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമായാണ് ആദിവാസി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അമ്പെയ്ത്തിൽ പരിശീലനം നൽകുന്നതിനായി സ്കൂൾ ആരംഭിച്ചിരിക്കുന്നത്. തലക്കൽ ചന്തു ഡെവലപ്പ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ 10 ദിവസത്തെ പരിശീലനം നടക്കുന്നത്. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതി ലക്ഷ്യമിട്ടാണ് സ്കൂളിന്റെ പ്രവർത്തനം. 3 ഘട്ടങ്ങളിലാണ് പരിശീലനം. ക്യാമ്പുകൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, യോഗ പരിശീലനം എന്നിവയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 9 മുതൽ 20 വയസ്സ് വരെയുള്ള ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആദിവാസി വിഭാഗങ്ങളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 160 പേരാണ് ആർച്ചറി സ്കൂളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ സ്വന്തം കയ്യിൽ നിന്നും ഫീസ് നൽകിയാണ് പരിശീലനം നേടുന്നതും. ഈ വിദ്യാർത്ഥികളെ ദേശീയതല മത്സരങ്ങൾക്ക് പ്രാപ്തരാക്കുന്നതിലൂടെ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആർച്ചറി എന്ന് പറയുന്ന കലയും അതേപോലെ തന്നെ സ്പോർട്സ് ഐറ്റവുമായുള്ള ഈ ഇവൻറ്റ്സിനെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സമഗ്രമായിട്ടുള്ള വികസനവും സ്പോർട്സിൽ ഊന്നിയിട്ടുള്ള വികസനമാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അമ്പെയ്ത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വിനോദ് പാലോട്ട്, ചന്ദ്രൻ കൽപ്പറ്റ, രാജൻ കണ്ണൂർ, ഗംഗാധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം എടവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ വിജയൻ നിർവഹിച്ചു. CK മണി അധ്യക്ഷനായിരുന്നു. AK ബാലകൃഷ്ണൻ, KC പൈതൽ, അച്ചപ്പൻ പെരിഞ്ചോല, രാജൻ ചെറുവടി എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. ദേശീയോദ്ഗ്രഥനവും മതസൗഹാർദ്ദവും ഉറുദുവിലൂടെ എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച കേരള ഉറുദു യാത്രയ്ക്ക് കൽപ്പറ്റയിൽ സ്വീകരണം നൽകി. HIM UP സ്കൂൾ പരിസരത്ത് നടന്ന സ്വീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. KM ഷാഫി അധ്യക്ഷനായിരുന്നു. നജീബ് മണ്ണാർ, അസിബായ്, മുരളീധരൻ, N ഷുക്കൂർ, മമ്മൂട്ടി, PP മജീദ്, കുഫൈൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉറുദു ഭാഷ നമുക്കറിയാം, ഇന്ത്യ രാജ്യം ലോകത്തിന് സമർപ്പിച്ച മഹിതമായൊരു ഭാഷയാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ ഇന്ത്യയുടെ മുക്കുമൂലകളിൽ ഈ ഭാഷയ്ക്ക് പ്രചാരം നേടുകയും ഇന്ന് ലോകത്ത് അമേരിക്കയും ബ്രിട്ടനും അടക്കം
പാശ്ചാത്യ രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയായി വളർന്നു വരികയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ വേനൽക്കാല ക്രിക്കറ്റ് പരിശീലനം പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജാഫർ സേഠ് ഉദ്ഘാടനം ചെയ്തു. പരിശീലകരായ ജസ്റ്റിൻ ഫെർണാണ്ടസ്, ഷാനവാസ്, നവാസ് മാസ്റ്റർ, സജന തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. MGM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 34ാം വാർഷികാഘോഷം മാനന്തവാടി നഗരസഭാ ചെയർമാൻ VR പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PVS മൂസ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ സിമന്തിനി സുരേഷ്, ജേക്കബ് സെബാസ്റ്റ്യൻ, ഫാദർ ജോസഫ്, സ്കൂൾ മാനേജർ ഫാദർ സക്കിയ വെളിയത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ മാത്യു സക്കറിയ, ജിതേഷ് ജോസ് എന്നിവർ സംസാരിച്ചു. വണ്ടിക്കടവ് മുതൽ ചാമപ്പാറ വരെയുള്ള തീരദേശ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കാണാത്തതുമൂലം റോഡ് നിർമ്മാണ പ്രവൃത്തികൾ അനിശ്ചിതമായി നീളുന്നു. സംസ്ഥാന സർക്കാർ റോഡ് ടാറിംഗ് പ്രവൃത്തികൾക്കായി ഫണ്ട് അനുവദിച്ചുവെങ്കിലും വനം വകുപ്പ് തടസ്സവാദം ഉന്നയിക്കുന്നതാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ PWDക്ക് കഴിയാത്തതിന് കാരണം. വണ്ടിക്കടവിൽ നിന്ന് ആരംഭിച്ച അതിർത്തി ഗ്രാമങ്ങളിലൂടെ പെരിക്കല്ലൂരിലെത്തുന്ന പ്രധാന റോഡായിട്ട് പോലും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നോ തുടർ നടപടി ഉണ്ടാകാത്തതിനാൽ ഇപ്പോൾ അനുവദിച്ച ഫണ്ടും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയാണ്. വണ്ടിക്കടവ് മുതൽ ചാമപ്പാറ വരെയുള്ള 2 കിലോമീറ്റർ റോഡിന് മുൻ MLA കൃഷ്ണപ്രസാദ് മാന്യവിരുദ്ധ പാക്കേജിൽ 1,05 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ പണി തുടങ്ങിയപ്പോൾ റോഡ് ഉൾപ്പെടുന്ന ഭാഗം 1901 രേഖയനുസരിച്ച് വനപാതയാണെന്നും വാദവുമായി വനം വകുപ്പ് രംഗത്ത് വരികയും തുടർന്ന് പണികൾ തടയുകയും ചെയ്തു. വനത്തെ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്ന പാതയല്ലെങ്കിലും വനംവകുപ്പിന്റെ കടുംപിടുത്തം റോഡ് നിർമ്മാണം നിർത്തിവെക്കേണ്ട അവസ്ഥയിലെത്തിച്ചു. പിന്നീട് വന്ന UDF സർക്കാരിന്റെ കാലത്ത് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണുമെന്ന് ജനസമ്പർക്ക പരിപാടിയിൽ കൽപ്പറ്റയിലെത്തിയ മുഖ്യമന്ത്രി റോഡ് ആക്ഷൻ കമ്മിറ്റി അധികൃതർക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ റോഡ് ഉൾപ്പെടുന്ന ഭാഗം PWDക്ക് വിട്ടുനൽകാമെന്ന് വാക്കാൽ ധാരണയാവുകയും ചെയ്തു. ഇതുപ്രകാരം 10 ലക്ഷത്തോളം രൂപ വനം വകുപ്പിന് അടയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ തുക അടയ്ക്കാൻ ആരും തയ്യാറായില്ല. മെറ്റൽ ചെയ്ത ഈ പാത നവീകരിക്കാനും നടപ്പുവർഷ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിലും തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ അനുവദിച്ച ഫണ്ടും ചെലവഴിക്കാനാവാത്ത സ്ഥിതിയിലാണ്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, PWD മന്ത്രി, വനം വകുപ്പ് മന്ത്രി എന്നിവരുമായി ബന്ധപ്പെട്ട് റോഡിന്റെ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നെന്മേനി പഞ്ചായത്ത് 2016-17 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കപ്പെട്ട പദ്ധതി വിനിയോഗത്തെ സംബന്ധിച്ച് നെന്മേനി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്ന കാര്യങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതും അടിസ്ഥാനരഹിതവുമാണെന്ന് LDF ഭരണസമിതി അംഗങ്ങൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2017 മാർച്ച് 31-ന് 24.07% പദ്ധതി തുക ചെലവഴിച്ചത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ ഈ കാലയളവിൽ 58% പദ്ധതി തുക ചെലവഴിച്ചതായും ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണം പൊതുജനം തള്ളിക്കളയുമെന്നും അംഗങ്ങൾ പറഞ്ഞു. 2016-17 ചെലവഴിക്കപ്പെട്ട നീക്കിവെക്കപ്പെട്ട തുക എന്ന് പറയുന്നത് 7,71,81,000 രൂപയാണ്. ചെലവഴിക്കപ്പെട്ട തുക പെർസെൻറ്റേജിൽ 58%-ഓളം പെർസെൻറ്റേജ്. ഇപ്പോഴും അത് 60% എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവർ പറയുന്നത് 24.3% മാർച്ച് വരെ ചെലവഴിക്കപ്പെട്ടത് എന്നുള്ളതാണ്. മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് നോക്കാം, നമുക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിൽ നീക്കിവെക്കപ്പെട്ട ഒരു ആനുകൂല്യങ്ങളും ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാനന്തവാടി ഒണ്ടയങ്ങാടി സെന്റ് മാർട്ടിൻസ് ഇടവകയുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം നിർവഹിച്ചു. തുടർന്ന് നടന്ന കുർബാനയ്ക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവകയുടെ പ്രഥമ വികാരി ഫാദർ കുര്യാക്കോസ് കവളക്കാട്ടിൽ, ഫാദർ സിബിച്ചൻ ചേലക്കപ്പള്ളി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. പ്രവർത്തന മാർഗരേഖയുടെ പ്രകാശനവും ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വൃക്ഷത്തൈ നടലും ബിഷപ്പ് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് തൈക്കുന്നുപുറം, ഷാജൻ ജോസ്, CR സിറ്റ എന്നിവർ സംസാരിച്ചു. ഓർമ്മ പുതുക്കി പാമ്പ്ര എസ്റ്റേറ്റ് തൊഴിലാളികളുടെ കുടുംബ സംഗമം പുതാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകൾക്കപ്പുറം വേർപെട്ടുപോയ ബന്ധുക്കളുടെ കൂട്ടിയിണക്കലായി പാമ്പ്ര എസ്റ്റേറ്റ് ജീവനക്കാരുടെ കുടുംബ സംഗമമെന്ന് അവർ പറഞ്ഞു. 2000-ലേറെ പേരുടെ കൂടിക്കാഴ്ച പോയ കാലത്തെ കഠിനാധ്വാനത്തിന്റെയും കഷ്ടതകളുടെയും മറ്റും നൊമ്പരമുണർത്തുന്ന ഓർമ്മ പുതുക്കലായി. കഴിഞ്ഞ തലമുറ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഓർമ്മകളെ സംഗമത്തിൽ പങ്കുവച്ചു. 30 വർഷങ്ങൾക്ക് മുമ്പ് പാമ്പ്ര എസ്റ്റേറ്റിൽ നിന്ന് വിട്ടുപോയവരും സംഗമത്തിൽ പങ്കെടുത്തു. പാമ്പ്ര എസ്റ്റേറ്റ് ഗ്രൂപ്പ് എന്നും വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം. പാമ്പ്ര എസ്റ്റേറ്റ് ഗ്രൂപ്പ് ചെയർമാൻ KV മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ, ഇന്ദിരാ സുകുമാരൻ, സുമി അപ്പി, TR രവി, നൌഷാദ് കുന്നമ്പറ, കബീർ അങ്കണത്തിൽ എന്നിവർ പ്രസംഗിച്ചു. അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ എൻ്റെ അച്ഛനമ്മമാർ എവിടുന്നാണ് എന്നെ വളർത്തിയത്, എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള
എന്നെ വളർത്താനും എന്നെ ഇത്രയാക്കുന്നതിനും വേണ്ടി എൻ്റെ അച്ഛനമ്മമാർ ഏത് മേഖലയിൽ അധ്വാനിച്ചാണ് എന്നെ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ മനോഹര സർ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു സർവീസിലിരിക്കുന്ന ആളാണ്. ഈ സർവീസിലിരിക്കുമ്പോൾ ഞാൻ ഈ സർവീസിലെത്തിയ ആ സാഹചര്യം. വയനാട് ന്യൂസ് പുൽപ്പള്ളി. മലങ്കര യാക്കോബായ സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള വെക്കേഷൻ ബൈബിൾ ക്ലാസുകളുടെ ഭദ്രാസനതല ഉദ്ഘാടനം DSP ജെ ജയദേവ് നിർവഹിച്ചു. വയനാട്, നീലഗിരി ജില്ലകളിലെ 50ഓളം സൺഡേ സ്കൂളുകളിൽ വരും ദിവസങ്ങളിൽ അവധിക്കാല ബൈബിൾ ക്ലാസ് നടക്കും. വികാരി ഫാദർ മത്തായി കുഞ്ഞ് ചാത്തനാട്ടുകുഴി അധ്യക്ഷത വഹിച്ചു. ഭദ്രാസന ഡയറക്ടർ TV സജീഷ് മുഖ്യപ്രഭാഷണം നടത്തി. PF തങ്കച്ചൻ, ജോൺ ബേബി, അനിൽ ജേക്കബ് കീച്ചേരി, സജി ജേക്കബ്, KJ ബിജു, NP കുര്യൻ, എബിൻ P ഏലിയാസ്, TV സുനിൽ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അത് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറ്റം എന്താണ് അല്ലെങ്കിൽ ശരി ഏതാണ് തെറ്റ് ഏതാണ് മനസ്സിലാവാൻ പ്രായമായിട്ടില്ല. അപ്പോൾ അവരെ അത് ഗൈഡ് ചെയ്യേണ്ടത് മാതാപിതാക്കളും ഗുരുക്കന്മാരും എല്ലാം തന്നെയാണ്. അത് കഴിഞ്ഞ് 7 to 12 വയസ്സുള്ളവർ തെറ്റ് ചെയ്താൽ അവർ തെറ്റ് ചെയ്തോ എന്ന് മനസ്സിലാക്കാനുള്ള മെന്റൽ കപ്പാബിലിറ്റി അവർക്കുണ്ടോ, അല്ലെങ്കിൽ അവർക്കൊരു ആ വളർച്ച എത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനെ തെറ്റായിട്ട് കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ തെറ്റ് ചെയ്താൽ അത് കുറ്റമാണ്. പക്ഷേ അത് ശിക്ഷിക്കുന്നതും അതിനുള്ള ശിക്ഷാവിധികളും വേറെയാണ്. ഞാനീ പറഞ്ഞു വരുന്നത്, കുട്ടികൾ കുറ്റം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവണത കാണിക്കുന്നതിൽ അവർക്ക് തടയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മാർഗം അവരുടെ മാതാപിതാക്കളും അതിലുപരി ഇവരുടെ ഈ പഠനകാലത്ത് അവരുടെ ഗുരുക്കന്മാർ തന്നെയാണ്. കാരച്ചാൽ ഗവൺമെന്റ് UP സ്കൂൾ 61ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനം MLA IC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KM ബിജു അധ്യക്ഷനായിരുന്നു. ഫാദർ ഷിബു കുറ്റിപ്പറിച്ചേലിനെ ചടങ്ങിൽ ആദരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജോൺസൺ മാസ്റ്റർക്ക് ഉപഹാര സമർപ്പണം നടന്നു. അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ, കുഞ്ഞിമോൾ പൈലിക്കുഞ്ഞ്, AP കുര്യാക്കോസ്, സുമ രാജു എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/wayanad-vision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/WV വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. വൈത്തിരിയിലെ വിദേശ മദ്യ ഷോപ്പ് കൽപ്പറ്റ പുഴമുടിയിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. പ്രദേശവാസികൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. വിദേശ മദ്യ ഷോപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് UDSF പ്രവർത്തകർ ബീവറേജസ് ഔട്ട്ലെറ്റിനു മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധം വിലപ്പോയില്ല. പനമരം കോട്ടക്കുന്നിൽ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ മഹിളാ കോൺഗ്രസിനെ ഇനി ചിന്നമ്മ ജോസ് നയിക്കും. അധികാര കൈമാറ്റ ചടങ്ങിൽ നിന്നും മുൻ പ്രസിഡന്റ് തങ്കമ്മ യേശുദാസ് വിട്ടുനിൽക്കാൻ കാരണം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റിയതിലുള്ള അമർഷമെന്ന്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യമുള്ളതുകൊണ്ടാണ് തങ്കമ്മ യേശുദാസ് ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്ന് പാർട്ടി നേതൃത്വം. വേനൽ കനത്തു. മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയെന്ന് DMO. മുന്നറിയിപ്പ്. തൊണ്ടർനാട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ കാരണം മലിനജലം ഉപയോഗിച്ചതാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ആയിരത്തി 1965 മുതൽ റവന്യൂ പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകണമെന്ന ആവശ്യം ശക്തം. NCPയുടെ നേതൃത്വത്തിൽ ബത്തേരി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം CM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് തേടി വിദ്യാർത്ഥികളും യുവാക്കളും കബനിക്കരയിലേക്ക്. കഞ്ചാവ് കടത്തുന്നത് ഹെൽമറ്റിനുള്ളിലും ഷൂവിനുള്ളിലും ഒളിപ്പിച്ച്. പോലീസും എക്സൈസും നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.